ഹായ്, വെൽക്കം ബാക്ക് ടു ഷീബാസ് കുക്കറി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ബട്ടർ ഗാർലിക് പ്രോൺസിന്റെ റെസിപ്പിയാണ്. ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ മീഡിയം സൈസ്ഡ് പ്രോൺസ് ആയിരിക്കും നല്ലത്. ആദ്യം നമുക്ക് പ്രോൺസിനെ ക്ലീൻ ചെയ്തിട്ട് ഡീവെയിൻ ചെയ്യണം. ഞാനിവിടെ പ്രോൺസിന്റെ ടെയിൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് പ്രോൺസിനെ ഒന്ന് കോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺസ്റ്റാർച്ച്, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ പ്രോൺസിനെ ഫ്രൈ ചെയ്യാം. പ്രോൺസ് വേവാനായിട്ട് നിങ്ങൾക്കൊരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം മറിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി സെയിം പാനിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. ഇത് 1 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീൻ ചില്ലി ആൻഡ് സ്പ്രിംഗ് അനിയൻ ഗ്രീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കുറച്ച് ചോപ്ഡ് കൊറിയൻഡർ ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നെങ്കിൽ സോൾട്ട് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ഫൈനലി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്ഡ് കൊറിയൻഡർ ആൻഡ് സ്പ്രിംഗ് അനിയൻ ഗ്രീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബട്ടർ ഗാർലിക് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഒക്കും ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്സ് ടേസ്റ്റ്. So do try this recipe and let me know your feedback in the comment section below. And follow Sheebas Cookery World for more such interesting recipes.